ഗുഡ് ഈവനിങ്. കഥ പറയട്ടെ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കഥ ഇത് പണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ബാബേൽ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്കറിയാം. ആരാ? ഒരു രാജ്യം ഭരിക്കുന്ന ആൾ. ആ രാജാവിൻ്റെ പേരായിരുന്നു നെബൂഖദ്നേസർ എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര്. ഈ രാജാവ് ഒരിക്കൽ യെരുശലേമിൽ വന്ന് അവിടെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പിടിച്ചടക്കിയ രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അവരുടെ ഇഷ്ടം പോലെ ആ പിടിച്ചടക്കിയ രാജാവിനും രാജാവിൻ്റെ പടയാളികൾക്കും എടുക്കാം, അതുപയോഗിക്കാം. അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇവരന്ന് വന്ന് ഇസ്രായേലിൽ വന്ന് യെരുശലേമിലേക്ക് വന്ന് യെരുശലേമിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിച്ചടക്കിയതിന് ശേഷം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പല കാര്യങ്ങളും നശിപ്പിച്ചു. അവിടുന്ന് ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളും കുറേ കാര്യങ്ങളൊക്കെ അവരെടുത്ത് അവരുടെ ദേശത്തോട്ട് കൊണ്ടുപോയി. അതേപോലെ തന്നെ കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം ഈ നെബൂഖദ്നേസറിൻ്റെ രാജ്യത്ത് അവർ എന്തിനെയാണോ ആരാധിക്കുന്നത്, എവിടെയാണോ അവർ പോയി ആരാധിക്കുന്നത്, അവിടെ കൊണ്ടുപോയി എല്ലാം അങ്ങനെ വെച്ചു. അതോടൊപ്പം തന്നെ അവർ ഇസ്രായേൽ മക്കളിൽ കുറച്ച് പേരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അടിമകളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാർ എന്ത് പറയുന്നോ, അവരുടെ എന്താവശ്യമാണോ, എത്ര വലിയ ആവശ്യമാണെങ്കിലും ഈ അടിമയായിട്ടിരിക്കുന്ന ആൾ ചെയ്തു കൊടുക്കണം. അവർക്ക് വേറെ ഒന്നും തിരിച്ച് പറയാനുള്ള അധികാരമോ അതിനെ എതിർക്കാനുള്ള അധികാരമോ അന്നത്തെ കാലത്തില്ല. അവരുടെ രാജാവ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ യജമാനൻ എന്ത് പറയുന്നോ ആ യജമാനൻ പറയുന്നതിനനുസരിച്ച് വേണം അന്നത്തെ കാലത്ത് അടിമകൾ ജീവിക്കാൻ. അപ്പോൾ അങ്ങനെ ഈ രാജാവ് ഇതെല്ലാം കഴിഞ്ഞ് പിടിച്ചടക്കി അയാളുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം തൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. ഒരു ഉദ്യോഗസ്ഥരിൽ പ്രധാനിയായിട്ടുള്ള ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, നമ്മൾ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആൾക്കാരിൽ വെച്ച് രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് നല്ല ആൾക്കാർ, അവരെ കണ്ടാൽ നന്നായിരിക്കണം, നല്ല ജ്ഞാനം വേണം, ഭയങ്കരമായ അറിവ് വേണം, നല്ല സമർത്ഥരായിട്ടുള്ള കുറച്ച് വിദ്യയും ജ്ഞാനമൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരെ നമ്മുടെ രാജധാനിയിൽ, എൻ്റെ ഈ രാജധാനിയിൽ പരിചരിപ്പാൻ വേണ്ടി നിർത്തേണ്ട ആവശ്യമുണ്ട്. അതിന് ചില ബാലന്മാരെ നമുക്ക് തിരഞ്ഞെടുക്കണം. കുറച്ച് പേരെ നമുക്ക് അതിന് ആവശ്യമാണ്. അവരെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ നമ്മുടെ ഭാഷയും നമ്മുടെ അറിവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിയിട്ട് നമ്മുടെ ആവശ്യത്തിന് രാജധാനിയിൽ നമ്മുടെ കൂടെ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള നിലയിൽ ഈ രാജാവ്, നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏത് ഉദ്യോഗസ്ഥനെ വിളിച്ചാണോ ഇത് പറഞ്ഞിരുന്നത്, ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ അവിടെ വന്നിരുന്ന ഓരോരുത്തരെയും ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവരുടെ കൂട്ടത്തിലെ കുറച്ച് പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ തിരഞ്ഞെടുത്തവരുടെ പേരുകളായിരുന്നു മേജറായിട്ട്, ആ തിരഞ്ഞെടുത്തതിൽ ഒരാളായിരുന്നു ദാനിയേൽ. അപ്പോൾ 4 പേരെയാണ് നമ്മൾ കാണുന്നത്. നല്ല ഇതായിട്ടുള്ള ഈ രാജാവ് പറഞ്ഞ ബുദ്ധി ഉണ്ടാവണം, നല്ല ജ്ഞാനമുണ്ടാവണം, അറിവുണ്ടാവണം, നല്ല സമർത്ഥരായിരിക്കണം, കണ്ടാൽ നല്ലതായിരിക്കണം. അങ്ങനെ രാജാവ് പറഞ്ഞ ഓരോ ഗുണഗണങ്ങളും ഉള്ള 4 പേരെയാണ് കണ്ടെത്തിയത്. അവരുടെ പേരായിരുന്നു ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ്. ഇങ്ങനെയുള്ള ഈ യഹൂദ പുത്രന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവരെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ രാജാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ പ്രധാനിയായിട്ടുള്ള ആളുടെ അടുത്ത്, രാജാവിൻ്റെ സേവകൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നവർക്ക് രാജാവിൻ്റെ കഴിക്കുന്ന രാജഭക്ഷണത്തിൽ നിന്ന് അവർക്ക് കുടിക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം, രാജാവിന് എന്തൊക്കെ കാര്യങ്ങൾ രാജധാനിയിൽ കിട്ടുന്നുണ്ടോ അതിന് കഴിക്കാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള വീഞ്ഞ്, അതെല്ലാം അവർക്ക് ഡെയിലി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ രാജാവ് പറഞ്ഞു. അങ്ങനെ അവരെ 3 സംവത്സരത്തിൽ വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവ് ഈ തിരഞ്ഞെടുത്ത 4 പേരെയും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യുകയാണ്. മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നില്ലേ, സ്കൂളിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ LKG പോയപ്പോൾ കുറേ പാട്ടുകൾ പഠിച്ചു, അത് കഴിഞ്ഞ് കുറേ നമ്പേഴ്സ് പഠിച്ചു,
പിന്നെ UKG വന്നു കഴിഞ്ഞപ്പോൾ കുറേ എഴുതാൻ തുടങ്ങി. ഇഷ്ടമില്ലെങ്കിലും നമ്മൾ എഴുതുന്നുണ്ട് അല്ലേ, ടീച്ചറിൻ്റെ കിട്ടിയിട്ടോ അല്ലാണ്ടൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് വാക്കുകൾ പഠിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് കഥകൾ കണ്ടാൽ എന്താ ഈ കഥ എന്ന് പറയാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനൊക്കെ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് പടിപടിയായിട്ടാണ് നടക്കുന്നത് അല്ലേ, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എടുക്കുന്ന 4 പേരെയും ഇങ്ങനെ 3 വർഷക്കാലം ഇവരെ ഡെയിലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് വളർത്തി ഇവരെ ട്രെയിൻ ചെയ്യുവാണ്, അവരെ മോൾഡ് ചെയ്യുവാണ്. അതായത് അവരെ വളർത്തി അവരെ അതിനനുസരിച്ച് ഈ രാജധാനിയിൽ ഇവരെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള നിലയിൽ രാജാവ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ആളുടെ അടുത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നവർ കൺഫേം ആയിട്ടും, അതായത് ശരിക്കും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ രാജാവ് എന്ത് പറയുന്നോ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അനുസരിക്കണം എന്നാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരെയാണോ രാജാവ് ഇത് ഏൽപ്പിച്ചിരുന്നേ, ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ പറഞ്ഞ 4 പേര്, ആരൊക്കെയായിരുന്നു 4 പേര്? ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ്. ഇവരെ 4 പേരുടെ പേരങ്ങ് മാറ്റി. ഫസ്റ്റ് ആ ഉദ്യോഗസ്ഥൻ ഇവരെ തിരഞ്ഞെടുത്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത കാര്യം ഇവരുടെ പേര് മാറ്റി. എന്തായിരുന്നു പുതിയ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാനിയേലിന് അവർ ബെൽത് ഷെസർ എന്നും, ഹനന്യാവിന് ശദ്രക്ക് എന്നും, മിശായേലിന് മേശക്ക് എന്നും, അസര്യാവിന് അബേദ്നഗോ എന്നും പേരിട്ടു. അപ്പോൾ ഇവരുടെ 4 പേരുടെ പേരും മാറ്റി. അപ്പോൾ അതായത് ഇതുവരെ അവർ ജീവിച്ചു വന്ന പേരും അവർ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളും എല്ലാം മാറ്റി പുതിയൊരു രാജ്യത്ത് കൊണ്ടുവന്നിട്ട് ആ രാജ്യത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവരെ മാറ്റുകയാണ്. ആ രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് രാജാവ് പറഞ്ഞ രീതിയിൽ ഭക്ഷണം, കുടിക്കാനുള്ള വീഞ്ഞ്, അതേപോലെ തന്നെ ഒരു രാജാവ് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ഇവർ അനുസരിക്കണം. അങ്ങനെ കാര്യങ്ങൾ പേര് മാറ്റിയതിന് ശേഷം ഇവർക്ക് കഴിക്കാൻ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആ ഉദ്യോഗസ്ഥൻ കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വരുമ്പോൾ, ഈ ദാനിയേൽ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഈ രാജഭക്ഷണത്തിൽ നിന്ന് ഒരു കാര്യങ്ങളും, രാജാവിൻ്റെ ഭക്ഷണവും വീഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കില്ല. അതെനിക്ക് അശുദ്ധമാവും എന്ന് പറയാനുള്ള ദാനിയേലിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാനിയേൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരാളായിരുന്നു. ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ ആ രീതിയിൽ പ്രമാണിക്കുന്ന ഒരാളായിരുന്നു ദാനിയേൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രാജാവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് ദാനിയേൽ പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം അവിടെ വരും. അപ്പോൾ ദാനിയേൽ ഹൃദയത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു, രാജാവ് എന്ത് കൊടുക്കുന്നോ, രാജാവ് എന്ത് വീഞ്ഞു കൊടുക്കുന്നോ അതൊന്നും ഞാൻ കഴിക്കില്ല. കാരണം എനിക്ക് എൻ്റെ ദൈവത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതം കൊണ്ടും പാവം കൊണ്ടും ഒരു രീതിയിലും ഞാൻ ദൈവത്തിനെതിരായിട്ട് നിൽക്കില്ല എന്ന് ദാനിയേൽ മനസ്സിൽ നിശ്ചയിച്ചു. അത് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞു, ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് അപേക്ഷിച്ചു, പറയുകയല്ല ചെയ്ത് അപേക്ഷിച്ചു. നമ്മൾ പറയുന്നതിനും നമ്മൾ അപേക്ഷിക്കുന്നതിനും 2 രീതിയിലുള്ള വ്യത്യാസമുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ, ഇപ്പോൾ ദാനിയേൽ ഇതിങ്ങനെ തന്നെ പറയുകയാണ്, ഞാനിത് ഈ ഭക്ഷണമൊന്നും കഴിക്കില്ല, വേണ്ട, എൻ്റെ ദൈവത്തിനെ പ്രീതിപ്പെടുത്തണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഒരു റിക്വസ്റ്റായിട്ട്, അപേക്ഷ പോലെയല്ല നമ്മൾ പറയുന്നത്. നമ്മളവിടെ അങ്ങ് പറയണം, നമുക്ക് എന്ത് പറയാനുണ്ടോ അത് ആ ഉദ്യോഗസ്ഥനോട് പറയുന്ന നിലയ്ക്കാണ്. അതേസമയം നമ്മൾ അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലായി നമ്മൾ റിക്വസ്റ്റാണ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതായത് ആ ഉദ്യോഗസ്ഥന് എല്ലാ പവറും എല്ലാ അധികാരവും ഉണ്ട് നമ്മൾ ചോദിക്കുന്ന റിക്വസ്റ്റ്, നമ്മൾ അപേക്ഷിക്കുന്ന അപേക്ഷ അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും. അപ്പോൾ ദാനിയേൽ അവിടെ അപേക്ഷിച്ചു. ദാനിയേൽ അങ്ങനെ അപേക്ഷിച്ചപ്പോൾ ദൈവം എന്തു ചെയ്തു എന്ന് വെച്ചാൽ, ദാനിയേലിന് ഈ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ദൈവം അവിടെ പ്രവർത്തിച്ചു. ദൈവം അവിടെ പ്രവർത്തിക്കാനുണ്ടായ കാരണം, ദാനിയേലെടുത്ത തീരുമാനം കൊണ്ട് ദൈവം ദാനിയേലിന് അനുകൂലമായിട്ട് ആ ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന രീതിയിൽ ദൈവം അവിടെ പ്രവർത്തിച്ചു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ദാനിയേലിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണവും ഈ വീഞ്ഞും ഇതെല്ലാം രാജാവ്
ഇങ്ങനെ തന്നം എന്നുള്ളതാണ്, രാജധാനിയിൽ നിന്ന് തന്നം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ അതിനെതിരെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം നിങ്ങളെ 4 പേരെ മാത്രമല്ല എടുത്തേക്കുന്നത്, വേറെ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. അവസാന ദിവസം ഈ 3 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ രാജാവ് നിങ്ങളിവിടുത്തെ ഭക്ഷണം കഴിക്കാണ്ട് തടി വെക്കാണ്ട് മെലിഞ്ഞ് കാണാൻ കൊള്ളില്ലാത്ത രീതിയിൽ ഇരുന്നാൽ രാജാവ് എൻ്റെ തല എടുക്കും, എനിക്ക് വലിയ അപകടം സംഭവിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ദാനിയേൽ ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കൊരു 10 ദിവസം സമയം താ. 10 ദിവസം ഞങ്ങൾക്ക് കുടിക്കാൻ പച്ചവെള്ളം, തിന്നാനുള്ള കുറച്ച് പദാർത്ഥങ്ങളും, അതായത് പയർവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, പരിപ്പ്, പയർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ 10 ദിവസം തന്നിട്ട് ഞങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്, അവർക്ക് ഭക്ഷണം, മറ്റുള്ളവർക്ക് രാജാവ് പറഞ്ഞ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തോ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ പയർവർഗ്ഗങ്ങൾ, കാര്യങ്ങൾ, പച്ചവെള്ളം അങ്ങനെയുള്ളത് കുടിക്കാൻ തന്നാൽ മതി. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നോക്കിയതിന് ശേഷം തീരുമാനങ്ങൾ എടുത്തോളാനുള്ളത് ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ആര് പറഞ്ഞു? ദാനിയേൽ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാളത് സംഭവിച്ചു. അങ്ങനെ 10 ദിവസം ഇതേപോലെ തന്നെ ഇവർ ചോദിച്ച പോലെ തന്നെ ഇവർക്ക് പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തു. പച്ചവെള്ളം ഇവർ ചോദിച്ച രീതിക്കുള്ള സാധനങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തു. അപ്പോൾ ദാനിയേൽ മറ്റുള്ളവരെല്ലാം വീഞ്ഞും രാജാവിൻ്റെ ഇതിലുള്ള വലിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇവർ 4 പേര് ഈ രീതിക്കുള്ള ഭക്ഷണങ്ങൾ, ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ 10 ദിവസത്തോട്ട് കഴിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞ് ഈ ഉദ്യോഗസ്ഥൻ വന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ മറ്റ് രാജാവിൻ്റെ ഭക്ഷണം കഴിച്ച് രാജാവിൻ്റെ വീഞ്ഞ് കഴിച്ച ബാക്കിയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ഇവർ കാണാൻ ഭയങ്കരമായിട്ട് ഭംഗിയുള്ളവരും നല്ല പുഷ്ടിയുള്ളവരായിട്ട്, നല്ല തടിയൊക്കെ വെച്ച് പുഷ്ടിയുള്ളവരായിട്ടും കണ്ടു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ അവർ ചോദിച്ച പ്രകാരം തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തു. ഈ 4 ബാലന്മാരും ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചു. അപ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചപ്പോൾ അതിനനുസരിച്ച് അവർ പ്രയത്നിച്ചു. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ആക്ഷൻസ്, അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവരുടെ മുഖത്ത് വ്യത്യാസം വന്നു, ശരീരത്തിൽ വ്യത്യാസം വന്നു. മറ്റ് നോർമൽ രാജാവ് കൽപ്പിച്ച ഫുഡ് കഴിക്കുന്ന ആൾക്കാരെക്കാളും അടിപൊളിയായിട്ട് ഇവർ വന്നു. അത് മാത്രമല്ല, ഈ 4 പേർക്ക് ദൈവം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും, സാഹചര്യങ്ങൾ അവർക്ക് എതിരാർന്നെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ദൈവം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധി കൊടുത്തു, അവർക്ക് ജ്ഞാനം കൊടുത്തു, അവർക്ക് സാമർത്ഥ്യം കൊടുത്തു. അതായത് രാജാവ് എന്തൊക്കെ ക്വാളിറ്റീസാണോ, എന്തൊക്കെ ഗുണഗണങ്ങളാണോ രാജധാനിയിൽ നിർത്താൻ വേണ്ടി നോക്കിയത് അതെല്ലാം ദൈവം ഈ 4 പേർക്കും ദൈവം കൊടുത്തു. ഇതിൽ ദാനിയേലായിരുന്നു ഇവരിൽ എല്ലാവരെക്കാളും സകല സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ സംബന്ധിച്ച് നല്ല ജ്ഞാനം ദാനിയേലിന് ദൈവം കൊടുത്തു. അങ്ങനെ രാജാവ് 3 വർഷം കഴിഞ്ഞ് ഇവരെ ഇത്ര ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്ന് ചെന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ രാജാവ് അവരോട് സംസാരിച്ചു. അവരിൽ എല്ലാവരോടും സംസാരിച്ചിട്ട് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ 4 പേരായിരുന്നു. ആരൊക്കെയായിരുന്നു 4 പേര്? ദൈവത്തിന് വേണ്ടി നിന്ന 4 പേര്. ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ്. ഇവർക്ക് തുല്യമായിട്ട് ആരെയും ആ രാജാവിന് ബാക്കിയുള്ളവരിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. അത്ര രാജാവിൻ്റെ രാജാവ് എന്തൊക്കെ ഗുണങ്ങളായിരുന്നോ ഈ ഇത്രയും 3 വർഷം കൊണ്ട് ട്രെയിൻ ചെയ്യുമ്പോൾ ആഗ്രഹിച്ചിരുന്നു അതെല്ലാം ഇവരിലുണ്ടായിരുന്നു. അങ്ങനെ രാജാവ് ഈ 4 പേരെ ശുശ്രൂഷയ്ക്ക് അവിടെ വെച്ചു. അവർ പിന്നെ രാജധാനിയിൽ പല കാര്യങ്ങൾ ചെയ്തു. അതെന്താണെന്ന് പിന്നെ നമുക്ക് വേറെ കഥകളായിട്ട് കേൾക്കാം. നമ്മുടെ ചെറിയ ജീവിതത്തിൽ ഒരു ദിവസമാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വർഷം നമ്മൾ ജീവിച്ചാലും ഏത് സന്ദർഭത്തിലും ദൈവത്തിനായിട്ട് നമ്മൾ നിലനിന്നാൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചാൽ, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് ദൈവം കാണുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. ലോകം മൊത്തം നമുക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. അപ്പം അതുകൊണ്ട് എന്ത് സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായാലും, എത്ര ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായാലും നമുക്ക് ദൈവം അനുകൂലമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മളോട് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതുപോലെ നമ്മൾ ജീവിച്ചാൽ, ദാനിയേലൊക്കെ ജീവിച്ചതുപോലെ ദൈവത്തിനെ പ്രീതിപ്പെടുത്തി നമ്മൾ ജീവിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും എന്ന് പറയുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയൊന്നും വരില്ല എന്നല്ല പറഞ്ഞ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഒരു നാളും കൈവിടില്ല. അപ്പോൾ കൊണ്ട് ദാനിയേൽ ഇങ്ങനെ ചെയ്തു. മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ദാനിയേലിനെ പോലെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന മക്കളായിട്ട് ജീവിക്കണം ആയിരുന്നു ഇന്നത്തെ കഥ. കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥയുമായിട്ട് വീണ്ടും ഒരു ദിവസം വരാം. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.